ഏവർക്കും നമസ്കാരം. ഗ്രീൻ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആനന്ദ്. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇന്ത്യൻ കാറ്റിലിൻ്റെ ഉപയോഗത്തിനനുസരിച്ചിട്ട് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ടായ ഡയറി ബ്രീഡും സെക്കൻഡ് പാർട്ടായ ഡ്യുവൽ പർപ്പസ് ബ്രീഡ് നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്രോട്ട് പർപ്പസ് ബ്രീഡുകളെ കുറിച്ചാണ്. ഇന്നത്തെ ക്ലാസ് മൊഡ്യൂൾ 2 ബ്രീഡ്സ് ഓഫ് ലൈഫ് സ്റ്റോക്കിലെ 6ാമത്തെ ക്ലാസ്സാണ്. ഓക്കെ, ഈ സ്ലൈഡ് ഒന്ന് ശ്രദ്ധിച്ച്. ഇത് നമ്മുടെ സിലബസ് ആണല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ. ഈ സിലബസിൽ നമുക്ക് പഠിക്കേണ്ട എല്ലാ ഡ്രോട്ട് പർപ്പസ് ബ്രീഡിൻ്റെയും പേരുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡയറി ബ്രീഡും അതുപോലെ തന്നെ ഡ്യുവൽ പർപ്പസ് ബ്രീഡും എത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ടോ അത്രയും ഇമ്പോർട്ടൻസ് ആർക്കും ഉണ്ട്, ഡ്രോട്ട് പർപ്പസ് ബ്രീഡിനും ഉണ്ട്. അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തു നിന്നും PSC മുൻ വർഷങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. 2016 PSC ഓൺലൈൻ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ ദ ഗ്രൂപ്പ് ഓഫ് ഡ്രോട്ട് ബ്രീഡ് ഓഫ് ഇന്ത്യൻ കാറ്റിൽ. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ A അമൃത് മഹൽ, മാൽവി, സിരി, കങ്കയം. ഓപ്ഷൻ B ഹാലിക്കർ, ഹില്ലാരി, ദിയോണി, ഓങ്കോൾ. ഓപ്ഷൻ C സിരി, ഓങ്കോൾ, ഹരിയാന, മാൽവി. ഓപ്ഷൻ D അമൃത് മഹൽ, കാംഗ്രജ്, ദിയോണി, സിരി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പുതിയ 3 ബ്രീഡുകളുടെ പേര് പറയുന്നുണ്ട് അല്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ PSC കൊടുത്തിട്ടുള്ള ഓപ്ഷനാണ് അല്ലേ. അപ്പോൾ ഇനിയൊരു ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനായിട്ട് വന്നുകൂടാന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഈ ബ്രീഡുകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയേണ്ട ആവശ്യമുണ്ട്. ആയതിനാൽ നമ്മൾ ഈ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് ഈ ബ്രീഡുകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഈ ബ്രീഡുകൾ വച്ചിട്ട് ഏതൊക്കെ തരത്തിൽ ക്വസ്റ്റ്യൻ PSC ചോദിക്കാം അതിനെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഈ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഈ സ്ലൈഡ് ഒന്ന് ശ്രദ്ധിച്ച്. എന്താ പറയുന്നത്? ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ. നമ്മുടെ ഡ്രോട്ട് പർപ്പസ് ബ്രീഡിന് പൊതുവായി കാണപ്പെടുന്ന ക്യാരക്ടേഴ്സാണ് ഇവിടെ പറയുന്നത് അല്ലേ. ഫസ്റ്റ് നോക്കിയേ, സ്ട്രോങ് ലിംസ് അല്ലേ. അതായത് ഈ ബ്രീഡിന് വളരെ ശക്തമായിട്ടുള്ള കൈകാലുകൾ ഉണ്ടായിരിക്കും അല്ലേ. നമുക്കറിയാം അല്ലേ, ഈ ബ്രീഡിനെ കൊണ്ട് നമുക്ക് എന്താ ചെയ്യിപ്പിക്കേണ്ടത്? ഡ്രോട്ട് പർപ്പസ് ആണല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ കൈകാലുകൾ എങ്ങനെയായിരിക്കും? വളരെ സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തെ ക്യാരക്ടേഴ്സ് നോക്കിയേ, ടൈറ്റ് സ്കിൻ അല്ലേ. അതായത് നല്ല ടൈറ്റായിട്ടുള്ള സ്കിൻ ആരുടെ പ്രത്യേകതയാണ്? ഡ്രോട്ട് പർപ്പസ് ബ്രീഡുകളുടെ പ്രത്യേകതയാണ്. മനസ്സിലായോ? ഇനി മൂന്നാമത്തെ ക്യാരക്ടേഴ്സ് നോക്കിയേ, ഫാസ്റ്റ് ഗെയിറ്റ് അല്ലേ. ഇവയ്ക്ക് വളരെ സ്പീഡിൽ നടക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കും. ഇനി നാലാമത്തെ ക്യാരക്ടേഴ്സ് നോക്കിയേ, വെൽ പ്രൊപ്പോർഷൻഡ് ബോഡി അല്ലേ. നല്ല ആനുപാതികമായിട്ടുള്ള ബോഡി, ശരീരം ഇവയ്ക്ക് ഉണ്ടായിരിക്കും. നമ്മൾ പറയല്ലേ ഒത്ത ശരീരം എന്നൊക്കെ പറയില്ലേ, അതുപോലെ നല്ല പ്രൊപ്പോർഷണൽ ബോഡി ആർക്കുണ്ടായിരിക്കും? ഈ ഡ്രോട്ട് പർപ്പസ് ബ്രീഡുകൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്ത ക്യാരക്ടേഴ്സ് നോക്കി. എന്താണ്? ലോങ് ബാരൽ. എന്താണ് ബാരൽ? നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞതാണല്ലേ. അതായത് ഒരു സർക്കംഫറൻസ് ഏരിയ ആണല്ലേ ബാരൽ എന്ന് പറയുന്നത്. അതായത് റിബ്സ് വരുന്ന ആ ഭാഗത്തെ ഒരു സർക്കംഫറൻസ് ഏരിയ ആണ് നമ്മൾ ബാരൽ എന്ന് പറയുന്നത് അല്ലേ. ഈ ബ്രീഡുകൾക്ക് വളരെ നീളത്തിലുള്ള ബാരൽ റീജിയൻ കാണപ്പെടുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്യാരക്ടേഴ്സ് നോക്കിയേ, ടൈറ്റ് ഷീത്ത് അല്ലേ. എന്താണ് ഷീത്ത്? നമുക്കറിയാമല്ലേ, പെനിസിനെ കവർ ചെയ്ത് കാണപ്പെടുന്ന ആ ഒരു സ്കിന്നിന് നമ്മൾ ഷീത്ത് എന്ന് വിളിക്കുന്നു അല്ലേ. ഈ ബ്രീഡുകൾക്ക്, അതായത് ഡ്രോട്ട് പർപ്പസ് ബ്രീഡുകൾക്ക് വളരെ ടൈറ്റായിട്ടുള്ള ഷീത്ത് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്യാരക്ടേഴ്സ് നോക്കിയേ, അലേർട്ട് അല്ലേ. അതായത് ഈ ഡ്രോട്ട് പർപ്പസ് ബ്രീഡുകൾ വളരെ അലേർട്ടായിരിക്കും. ഇത്രയും ക്യാരക്ടേഴ്സാണ് പൊതുവായിട്ട് ഒരു ഡ്രോട്ട് പർപ്പസ് ബ്രീഡിൽ കാണപ്പെടുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇവിടെ നിന്ന് ശ്രദ്ധിച്ചേ. നമ്മുടെ ഡ്രോട്ട് പർപ്പസ് ബ്രീഡിലെ ഫസ്റ്റ് ബ്രീഡാണ് ഏത്? ഹാലിക്കർ അല്ലേ. ഈ ഹാലിക്കറിൻ്റെ ഒറിജിൻ എവിടെയാണ്? കർണാടക. എവിടെയാണ് ഒറിജിൻ? കർണാടക. ആൾസോ നോൺ ആസ് മൈസൂർ ബ്രീഡ്. അപ്പോൾ ഈ ഹാലിക്കറിനെ മറ്റേത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? മൈസൂർ ബ്രീഡ് എന്നും
അറിയപ്പെടുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, ഇനി ഈ ബ്രീഡിൻ്റെ ക്യാരക്ടേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചേ. ഫസ്റ്റ് ക്യാരക്ടേഴ്സ് നോക്കിയേ, മീഡിയം സൈസ്ഡ് അല്ലേ. ഇപ്പോൾ ഈ ആനിമൽസ്, അതായത് ഹാലിക്കർ വന്നിട്ട് മീഡിയം സൈസ്ഡ് ആനിമൽസ് ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, രണ്ടാമത്തെ ക്യാരക്ടേഴ്സ് നോക്കിയാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോങ് കോൺവെക്സ് ഫോർഹെഡ്, ഫെറോഡ് ഇൻ ദ മിഡിൽ. അതായത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന നീളമുള്ള നെറ്റിത്തടം, അതിൻ്റെ സെൻട്രലായിട്ട് ഡിഷ് പോലെ അല്ലെങ്കിൽ ഒരു കുഴിവ് പോലെ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്യാരക്ടേഴ്സ് നോക്കിയാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാലിക്കറിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് അടുത്ത് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. ലോങ് ഹോൺസ് വിത്ത് ഗ്രേസ്ഫുൾ സേപ്പ്, അതായത് സേപ്പിംഗ് ഹോൺസ്, കർവിങ് അപ് ടു ടെർമിനേറ്റ് ഇൻ ഷാർപ്പ് പോയിൻറ്റ്സ്. അതായത് ചൂല് പോലെ വളരെ നീളമുള്ള കൊമ്പുകൾ, അവ മുകളിലേക്ക് വളഞ്ഞതും അതുപോലെ തന്നെ അതിൻ്റെ ഹോൺസിൻ്റെ ടിപ്പ് വന്നിട്ട് എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബ്ലെൻഡായിട്ടല്ല, ഷാർപ്പായിട്ടാണ് എൻഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. സീപ്പിംഗ് ഹോൺസ് കാണപ്പെടുന്ന ബ്രീഡ് ഏതെന്ന് ചോദിച്ചാൽ ഏതെന്ന് എഴുതണം? ഹാലിക്കർ എന്ന് എഴുതണം. മനസ്സിലായോ? ഓക്കെ, ഈ സ്ലൈഡ് ഒന്ന് ശ്രദ്ധിച്ച്. നമ്മളിതിൽ ഹാലിക്കറിൻ്റെ ചിത്രം വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ ചിത്രത്തിൽ നിങ്ങൾ നോക്കിയേ, കൊമ്പുകൾ ശ്രദ്ധിച്ചേ, വളരെ നീളമുള്ള കൊമ്പുകളല്ലേ. അതായത് ചൂല് പോലെ തോന്നുന്ന വളരെ നീളമുള്ള കൊമ്പുകളല്ലേ. ഇനി ഈ കൊമ്പുകൾ എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഷാർപ്പായിട്ടാണ് അല്ലേ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൊമ്പിൽ നിന്നൊക്കെ നമുക്കൊരു കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും അല്ലേ. അപ്പോൾ ഇതിനെയാണ് സീപ്പിംഗ് ഹോൺ എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്യാരക്ടേഴ്സ് നോക്കിയേ. കോമ്പാക്റ്റ് ആൻഡ് മസ്കുലർ ബോഡി അല്ലേ. അതായത് ഒതുക്കമുള്ളതും അതുപോലെ തന്നെ മസ്കുലർ ശരീരവും ഈ ബ്രീഡിൻ്റെ പ്രത്യേകതയാണ്. ഇനി അതിൻ്റെ കളറൊന്ന് നോക്കിയാൽ ശ്രദ്ധിച്ച്. ലൈറ്റ് ഗ്രേ ടു ഡാർക്ക് ഗ്രേ അല്ലേ. ലൈറ്റ് ഗ്രേ മുതൽ ഡാർക്ക് ഗ്രേ വരെ ഈ ബ്രീഡ് കാണപ്പെടാറുണ്ട്. ഓക്കെ, അടുത്ത പോയിന്റ് ശ്രദ്ധിച്ച്. ഇത് എക്സ്ട്രാ പോയിന്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ചോളൂ. The breed is considered as the best drought breed of southern India. അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഡ്രോട്ട് ബ്രീഡുകളിലെ ഏറ്റവും ബെസ്റ്റ് ഡ്രോട്ട് ബ്രീഡ് ഏതെന്ന് ചോദിച്ചാൽ ഏതെന്ന് എഴുതണം? ഹാലിക്കർ എന്ന് എഴുതണം. മനസ്സിലായോ? ഓക്കെ, മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ശ്രദ്ധിച്ചോളൂ. ഇറ്റ് ഈസ് ദ ഓൺലി ബ്രീഡ് ഇൻ ദ വേൾഡ് വെയർ ബോത്ത് ഓക്സ് ആൻഡ് കൗ ക്യാൻ ബി യൂസ്ഡ് ഇൻ പ്ലോയിങ്. അതായത് നിലമുഴാൻ വേണ്ടിയിട്ട് ബുള്ളിനെയും അതുപോലെ തന്നെ കൗവിനെയും ഉപയോഗിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഒരേ ഒരു കാറ്റിൽ ഇനമാണ് ഇത് ഹാലിക്കർ. നമുക്ക് ഈ ഹാലിക്കറിൻ്റെ കൗവിനെയും അതായത് പശുവിനെയും കാളയും വെച്ചിട്ട് നമുക്ക് നിലമുഴാൻ സാധിക്കും. മനസ്സിലായോ? ഓക്കെ, അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോളൂ. The government of India commemorated the breed by releasing a postage stamp in its name in 2000. അതായത് 2000 ഇന്ത്യ ഗവൺമെൻറ് ഈ ഇനത്തിൻ്റെ പേരിൽ, അതായത് ഹാലിക്കറിൻ്റെ പേരിൽ ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി ഈ ഇനത്തിനെ ആദരിച്ചു. മനസ്സിലായോ? എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഏതൊക്കെ പോയിന്റ് ഹാലിക്കറിന് ഓർക്കണം? ഫസ്റ്റ് നമ്മൾ ഒറിജിൻ ഓർക്കണം അല്ലേ. എവിടെയാണ് ഒറിജിൻ? കർണാടക. എവിടെയാണ് ഒറിജിൻ? കർണാടക അല്ലേ. ഇനി ഈ ബ്രീഡ് മറ്റേത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? മൈസൂർ ബ്രീഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. മനസ്സിലായോ? ഇനി ക്യാരക്ടേഴ്സിൽ നമ്മൾ ഏത് പോയിന്റാണ് ഓർക്കേണ്ടത്? നമ്മൾ പറഞ്ഞു അല്ലേ, 2 ക്യാരക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഏതാണ്? ലോങ് കോൺവെക്സ് ഫോർഹെഡ്, ഫെറോഡ് ഇൻ ദ മിഡിൽ അല്ലേ. രണ്ടാമത്തെ ക്യാരക്ടേഴ്സ് ഏതാണ്? ലോങ് ഹോൺസ് വിത്ത് ഗ്രേസ്ഫുൾ സീപ്പ്, അതായത് സീപ്പിംഗ് ഹോൺസ്, കർവിങ് ആപ്പ് ടു ടെർമിനേറ്റ് ഇൻ ഷാർപ്പ് പോയിന്റ്സ്. ഈ 2 ക്യാരക്ടേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഓർത്തിരിക്കണം. മനസ്സിലായോ? ഇനി നമ്മൾ ഏതൊക്കെ പോയിന്റ് ഓർത്തിരിക്കണം? ഫസ്റ്റ് പോയിന്റ്, ദ ബ്രീഡ് ഈസ് കൺസിഡേർഡ് ആസ് ദ ബെസ്റ്റ് ഡ്രോട്ട് ബ്രീഡ് ഓഫ് സദേൺ ഇന്ത്യ. രണ്ടാമത്തെ പോയിന്റ് ഏതാണ്? ഇറ്റ് ഈസ് ദ ഓൺലി ബ്രീഡ് ഇൻ ദ വേൾഡ് വെയർ ബോത്ത് ഓക്സ് ആൻഡ് കൗ ക്യാൻ ബി യൂസ്ഡ് ഇൻ പ്ലോയിങ്. അതുപോലെ തന്നെ the government of India commemorate the breed by releasing a postage stamp in its name in 2000. ഇത്രയും പോയിന്റുകൾ നമ്മൾ ഹാലിക്കറിൽ നിന്ന് ഓർത്തിരിക്കണം. ഓക്കെ, അടുത്ത് നോക്കിയേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രോട്ട് അനിമലാണ് ഇത്, കങ്കയം അല്ലേ. എവിടെയാണ് ഒറിജിൻ പറയുന്നത്? കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റ് ഓഫ് തമിഴ്നാടു അല്ലേ. നമ്മുടെ തൊട്ടടുത്തായ സ്റ്റേറ്റായ തമിഴ്നാടുവിൽ കോയമ്പത്തൂരിലാണ് ഈ ആനിമലിൻ്റെ ഒറിജിൻ. മനസ്സിലായോ?
അടുത്ത് നോക്കിയേ, ഓൾസോ കോൾഡ് കങ്കയം ആൻഡ് കോങ്കോ. അപ്പൊ ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട് ഈ ബ്രീഡ്? കങ്കയം എന്നും അതുപോലെ തന്നെ കോങ്കോ എന്നും അറിയപ്പെടുന്നുണ്ട്. അടുത്ത മൂന്നാമത്തെ സെന്റൻസ് നോക്കിയേ, ദേ ആർ പവർഫുൾ ഡ്രോട്ട് അനിമൽസ് അല്ലേ. ഇവര് വളരെ ശക്തരായിട്ടുള്ള ഒരു ഡ്രോട്ട് അനിമൽസ് ആണ്. മനസ്സിലായോ? ഓക്കെ, അടുത്ത് ഈ ബ്രീഡിന്റെ ക്യാരക്ടേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചേ. ഫസ്റ്റ് ക്യാരക്ടേഴ്സ് നോക്കിയേ, തിക്ക് ഹോൺസ് വിച്ച് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് എ സർക്കിൾ. അതായത് നല്ല കട്ടിയുള്ള ഹോൺ ആയിരിക്കും അല്ലേ. ഇവ എന്താണ്, വളഞ്ഞിട്ട് ഒരു സർക്കിൾ പോലെ കാണപ്പെടുന്നുണ്ട്. നമുക്കിതിൻ്റെ പിക്ചർ നോക്കാം. ഈ ഫസ്റ്റ് പിക്ചർ നോക്കിയേ, കണ്ടോ, അതിൻ്റെ ഹോൺസ് വന്നിട്ട് നല്ല തിക്കാണ് അല്ലേ. അത് വളഞ്ഞിട്ടൊരു സർക്കിൾ പോലെയല്ലേ കാണപ്പെടുന്നത്. മനസ്സിലായോ? ഇത് കങ്കയത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ്, മറന്നു പോകരുത്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്യാരക്ടേഴ്സ് നോക്കാം. മീഡിയം സൈസ് അല്ലേ. ഈ ആനിമൽസ് വന്നിട്ട്, അതായത് കങ്കയം എന്ന് പറയുന്ന ആനിമൽസ് വന്നിട്ട് മീഡിയം സൈസ്ഡ് ആനിമൽസ് ആയിരിക്കും. ഓക്കെ, മൂന്നാമത്തെ ക്യാരക്ടേഴ്സ് നോക്കിയേ, സ്ട്രോങ് ലിംസ് അല്ലേ. ഇവർക്ക് ശക്തമായിട്ടുള്ള അല്ലെ ശക്തമായിട്ടുള്ള കൈകാലുകൾ ഇവർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്ത ഈ ആനിമലിന്റെ കളർ ഒന്ന് ശ്രദ്ധിച്ച്. ഗ്രേ വിത്ത് ഡാർക്ക് ഗ്രേ ടു ബ്ലാക്ക് മാർക്കിങ്സ് ഓൺ ദ ഹെഡ്, നെക്ക്, ഹമ്പ്, ഷോൾഡേഴ്സ് ആൻഡ് കോട്ടേഴ്സ്. അതായത് ഈ ആനിമൽ കാണാൻ മൊത്തത്തിലൊരു ഗ്രേ കളർ ആയിരിക്കും, പക്ഷേ ഹെഡ്, നെക്ക്, ഹമ്പ്, ഷോൾഡേഴ്സ് ആൻഡ് കോട്ടേഴ്സ് ഈ ഭാഗങ്ങളിൽ ഡാർക്ക് ഗ്രേ മുതൽ ബ്ലാക്ക് കളർ വരെ കാണപ്പെടാറുണ്ട്. നമുക്കൊരു പിക്ചർ നോക്കുമ്പോൾ മനസ്സിലാകും. ഈ രണ്ടാമത്തെ പിക്ചർ ഒന്ന് നോക്കിയേ. ഇവിടെ നോക്കിയേ, ഹെഡ് വരുന്ന ഭാഗത്ത് ബ്ലാക്ക് കളർ അല്ലേ. നെക്ക് വരുന്ന ഭാഗത്ത് നോക്കിയേ, അവിടെയും ബ്ലാക്ക് കളർ അല്ലേ. ഹമ്പ് വരുന്ന റീജിയനിൽ നോക്കിയേ, അവിടെയും ബ്ലാക്ക് കളർ അല്ലേ. ഇനി ഏതാണ്, ഷോൾഡർ അല്ലേ. ഷോൾഡർ വരുന്ന ഭാഗത്ത് നോക്കിയേ, അവിടെയും ബ്ലാക്ക് കളർ അല്ലേ. അതുപോലെ തന്നെ ക്വാർട്ടേഴ്സ് വരുന്ന സ്ഥലങ്ങളിൽ നോക്കിയേ, അവിടെയും കറുത്ത കളറിലല്ലേ കാണപ്പെടുന്നത്. ഇത് ഈ ബ്രീഡിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. മനസ്സിലായോ? ഓക്കെ, അടുത്ത പോയിന്റ് ശ്രദ്ധിച്ച്. കാവ്സ് ആർ ജനറലി റെഡ് ഇൻ കളർ അറ്റ് ബർത്ത് ആൻഡ് ദേ ചേഞ്ച് കളർ ടു വൈറ്റ് ആൻഡ് ഗ്രേ അറ്റ് ദ ഏജ് ഓഫ് 3 or 4 months. അതായത് നമ്മളെ കങ്കയത്തിൻ്റെ കുട്ടികൾ ജനിക്കുമ്പോൾ ഏത് കളറിലാണ് കാണപ്പെടുന്നത്? റെഡ് ഇൻ കളർ അല്ലേ, ചുവന്ന കളറിലാണ് കാണപ്പെടാറുള്ളത്. ഇവ ഒരു 3-4 മാസം കഴിയുമ്പോൾ ഒന്നുകിൽ വൈറ്റ് അല്ലെങ്കിൽ ഗ്രേയിലേക്ക് മാറാറുണ്ട്. മനസ്സിലായോ? ഓക്കെ, ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഏതൊക്കെ പോയിന്റാണ് കങ്കയത്തിൽ ഓർത്തിരിക്കേണ്ടത്? ഫസ്റ്റ് അതിൻ്റെ ഒറിജിൻ ഓർക്കണല്ലേ. എവിടെയാണ്? കോയമ്പത്തൂർ ഡിസ്ട്രിക്ട് ഓഫ് തമിഴ്നാടു അല്ലേ. ഇനി ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്? കങ്കയം എന്നും കോങ്കോ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി ക്യാരക്ടേഴ്സ് നമ്മൾ ഏതാ ഓർക്കേണ്ടത്? തിക്ക് ഹോൺസ് വിത്ത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് എ സർക്കിൾ, വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇനി കളർ നോക്കിയേ, ഗ്രേ വിത്ത് ഡാർക്ക് ഗ്രേ ടു ബ്ലാക്ക് മാർക്കിംഗ് ഓൺ ദ ഹെഡ്, നെക്ക്, ഹമ്പ്, ഷോൾഡേഴ്സ് ആൻഡ് കോട്ടേഴ്സ്. ഇത് നമ്മൾ ഓർത്തിരിക്കണം. ഇനി നമ്മൾ അവസാനം പറഞ്ഞ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാവ്സ് ആർ ജനറലി റെഡ് ഇൻ കളർ അറ്റ് ബർത്ത് ആൻഡ് ദേ ചേഞ്ച് കളർ ടു വൈറ്റ് ആൻഡ് ഗ്രേ അറ്റ് ദ ഏജ് ഓഫ് 3 or 4 months. ഇത്രയും പോയിന്റുകൾ നമ്മൾ കങ്കയത്തിൽ ഓർത്തിരിക്കണം. ഓക്കെ, അടുത്ത് നോക്കിയേ, മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രോട്ട് ബ്രീഡാണ് ഇത്, അമൃത് മഹൽ അല്ലേ. ഒറിജിൻ എവിടെയാണ്? കർണാടക അല്ലേ. എവിടെയാണ് അമൃത് മഹലിൻ്റെ ഒറിജിൻ? കർണാടകത്തിലല്ലേ. ഇനി ഈ അമൃത് മഹൽ മറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? മൈസൂർ ബ്രീഡ് എന്ന് അറിയപ്പെടുന്നുണ്ട്. നമ്മൾ ഹാലിക്കർ പഠിച്ചപ്പോൾ ആ ഹാലിക്കറിൻ്റെ ഒറിജിൻ എവിടെയാണ്? കർണാടകത്തിൽ തന്നെ അല്ലേ. ആ ഹാലിക്കറിനെയും മറ്റേത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? മൈസൂർ ബ്രീഡ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ മൈസൂർ ബ്രീഡ് എന്ന് അറിയപ്പെടുന്ന ബ്രീഡ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഹാലിക്കറും അമൃത് മഹലിനെയും നമ്മൾ മൈസൂർ ബ്രീഡ് എന്ന് പറയാറുണ്ട്. മനസ്സിലായോ? അടുത്ത പോയിന്റ് നോക്കിയേ, ദിസ് ഈസ് എ ഫേമസ് ഡ്രോട്ട് ബ്രീഡ് നോൺ ഫോർ ഇറ്റ്സ് പവർ ആൻഡ് എൻഡുറൻസ്. അതായത് ഈ ബ്രീഡ് ശരിക്കും പറഞ്ഞാൽ ശക്തിക്കും അതുപോലെ തന്നെ സഹിഷ്ണുതയ്ക്കും പേര് കേട്ട പ്രശസ്തമായ ഡ്രോട്ട് ബ്രീഡ് ഇനമാണ് ഇത്, അമൃത് മഹൽ. ഓക്കെ, അടുത്ത ഈ ആനിമലിൻ്റെ ക്യാരക്ടേഴ്സ് ഒന്ന് ശ്രദ്ധിച്ച്. ഫസ്റ്റ് ക്യാരക്ടേഴ്സ് എന്താണ്? ബൾജ്ഡ് ഫോർഹെഡ് വിത്ത് മിഡിൽ ഫാരോ അല്ലേ. അതായത് പുറത്തേക്ക് പ്രൊജക്റ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന നെറ്റിത്തടം, അതിനൊത്ത നടുക്കായിട്ട് ഒരു കുഴിവ് അല്ലെങ്കിൽ ഷാളോ പോലെ കാണപ്പെടാറുണ്ട്. രണ്ടാമത്തെ ക്യാരക്ടേഴ്സ് നോക്കിയേ,
ലോങ് ഹോൺസ് ടെർമിനേറ്റ് ഇൻ ഷാർപ്പ് പോയിന്റ്സ് അല്ലേ, അതായത് വളരെ നീളമുള്ള കൊമ്പുകൾ. അവ അവസാനിക്കുന്ന എങ്ങനെയാണ്? ഷാർപ്പായിട്ടാണല്ലേ അവസാനിക്കുന്നത്. മനസ്സിലായോ? മൂന്നാമത്തെ ക്യാരക്ടേഴ്സ് നോക്കിയേ. വെൽ ഡെവലപ്ഡ് ഹംബ് ആൻഡ് ഷീത്ത് അല്ലേ. എന്താണ് ഹംബ്? നമുക്കറിയാം അല്ലേ, ഇന്ത്യൻ കാറ്റിലെ ഏറ്റവും വലിയ പ്രത്യേകത ഹംബ്. അപ്പോൾ ഈ ആനിമലിന് വെൽ ഡെവലപ്പായിട്ടുള്ള ഹംബും ഷീത്തും കാണപ്പെടാറുണ്ട്. നാലാമത്തെ ക്യാരക്ടേഴ്സ് നോക്കിയേ. ലോങ് ടെയിൽ വിത്ത് ബ്ലാക്ക് സ്വിച്ച് അല്ലേ, വളരെ നീളമുള്ള വാലും. നമുക്കറിയാം എന്താണ് സ്വിച്ച്? ടെയിലിൻ്റെ എൻഡ് ഭാഗത്ത് കാണപ്പെടുന്ന ഹെയറി പോർഷൻ നമ്മൾ സ്വിച്ച് എന്ന് അറിയപ്പെടുന്നു. ആ സ്വിച്ച് ഏത് കളറിൽ കാണപ്പെടുന്നുണ്ട്? കറുത്ത കളറിലും കാണപ്പെടാറുണ്ട്. ഓക്കെ, അടുത്ത ഈ ആനിമലിൻ്റെ കളറൊന്ന് ശ്രദ്ധിച്ച്. വൈറ്റ് ആൻഡ് ഗ്രേ അല്ലേ. ഏതാണ് കളറ്? വൈറ്റ് ആൻഡ് ഗ്രേ. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെ പോയിന്റ് അമൃത് മഹൽ എന്ന് ഓർക്കണം? ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഒറിജിൻ ഓർക്കണം അല്ലേ. എവിടെയാണ്? കർണാടക അല്ലേ. എവിടെയാണ് ഒറിജിൻ? കർണാടകത്തിൽ അല്ലേ. ഇനി ഏതൊക്കെ പേരിൽ അല്ലെ ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട് അമൃത് മഹൽ? മൈസൂർ ബ്രീഡ് എന്ന് അറിയപ്പെടുന്നുണ്ട്. മനസ്സിലായോ? ഇനി ക്യാരക്ടേഴ്സ് നമ്മൾ ഏതൊക്കെ ഓർക്കണം? ബൾജ്ഡ് ഫോർഹെഡ് വിത്ത് മിഡിൽ ഫെറോ. രണ്ടാമത്തെ ക്യാരക്ടേഴ്സ് ഏതാണ്? ലോങ് ഹോൺസ് ടെർമിനേറ്റ് ഇൻ ഷാർപ്പ് പോയിന്റ്. ഈ രണ്ട് പോയിന്റ് നമ്മൾ ഓർത്തിരിക്കണം. മനസ്സിലായോ? ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്കിനി ഈ ഭാഗത്തു നിന്നും PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോകാം. ഓക്കെ, 2016 PSCയുടെ ഓൺലൈൻ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ ദ ഗ്രൂപ്പ് ഓഫ് ഡ്രോഡ് ബ്രീഡ് ഓഫ് ഇന്ത്യൻ കാറ്റിൽ. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ A അമൃത് മഹൽ, മാൽവി, സിരി, കങ്കയം. ഓപ്ഷൻ B ഹാലിക്കർ, ഹില്ലാരി, ഡിയോണി, ഓങ്കോൾ. ഓപ്ഷൻ C സിരി, ഓങ്കോൾ, ഹരിയാന, മാൽവി. ഓപ്ഷൻ D അമൃത് മഹൽ, കാംഗ്രസ്, ഡിയോണി, സിരി. ആൻസർ കിട്ടുന്നുണ്ടോ? ഓക്കെ, നമുക്ക് ഇപ്പം ആൻസർ നോക്കണ്ട. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഓപ്ഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പുതിയ 3 ബ്രീഡുകളുടെ പേര് പറയുന്നുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? മാൽവി, സിരി, ഹില്ലാരി അല്ലേ. അങ്ങനെ 3 ബ്രീഡിൻ്റെ പേരുകൾ പുതുതായിട്ട് കേൾക്കാൻ പറ്റിയല്ലേ. നമുക്ക് ഈ ആൻസർ പറയുന്നതിന് മുമ്പായിട്ട് ഈ ബ്രീഡുകളെ കുറിച്ച് നമ്മളൊരു ബേസിക് നോളജ് കരസ്ഥമാക്കിയതിന് ശേഷം നമുക്ക് ആൻസറിലേക്ക് തിരിച്ചു പോകാം. ഓക്കെ, ഫസ്റ്റ് ബ്രീഡ് ഏതാണ്? മാൽവി അല്ലേ. എവിടെയാണ് ഒറിജിൻ മാൽവിയുടെ? മാൽവ റീജിയൻ ഓഫ് മധ്യപ്രദേശ്. എവിടെയാണ് ഒറിജിൻ? മാൽവ റീജിയൻ ഓഫ് മധ്യപ്രദേശ്. ഈ മാൽവി എന്ന് പറയുന്ന ഒരു ഗുഡ് ഡ്രോഡ് പർപ്പസ് ബ്രീഡാണ്. അപ്പോൾ ഈ മാൽവി നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡ്രോഡ് പർപ്പസിന് ഉപയോഗിക്കുന്ന ഒരു കാറ്റിൽ ഇനമാണ് ഇത് മാൽവി. മനസ്സിലായോ? ഇനി ശക്തിക്കും അതുപോലെ തന്നെ കഠിനാധ്വാനത്തിന് പേര് കേട്ട ഒരു കാറ്റിൽ ഇനമാണ് ഇത് മാൽവി. ഓക്കെ, ഇനി ഈ കന്നുകാലികളെ, ഈ മാൽവി കന്നുകാലികളെ ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്? മഹാദേവ്പുരി എന്നും മാന്താണി എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട് ഈ മാൽവി? മഹാദേവ്പുരി എന്നും മാന്താണി എന്നും അറിയപ്പെടുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, രണ്ടാമത്തെ ബ്രീഡ് ഏതാണ്? സിരി അല്ലേ. ഏതാണ്? സിരി. അപ്പോൾ ഈ സിരി എന്ന് പറയുന്ന കാറ്റിൽ എവിടെയാണ് കാണപ്പെടുന്നത്? ഇന്ത്യയിലെ പശ്ചിമ ബംഗാളിലെയും സിക്കിമിലെയും കുന്നിൻ പ്രദേശങ്ങളിലാണ് ഈ പ്രധാനമായിട്ടും ഈ ബ്രീഡ് കണ്ടുവരാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒറിജിൻ എവിടെയാണ്? ഈ സിരിയുടെ ഒറിജിൻ എവിടെയാണ്? നമ്മുടെ പശ്ചിമ ബംഗാളും സിക്കിമാണ് ഈ സിരിയുടെ ഒറിജിൻ. മനസ്സിലായോ? ഇനി ഈ സിരി എന്ന് പറയുന്ന കാറ്റിൽ ഏത് പർപ്പസിന് ഉപയോഗിക്കുന്ന കാറ്റിലാണ്? ഒരു ഡ്രോഡ് പർപ്പസ് ബ്രീഡാണ്. മനസ്സിലായോ? അപ്പോൾ സിരി എന്ന് പറയുന്ന കാറ്റിൽ ഏത് പർപ്പസിനാണ് ഉപയോഗിക്കുന്ന? ഡ്രോഡ് പർപ്പസിന് ഉപയോഗിക്കുന്ന ഒരു കാറ്റിൽ ഇനമാണ്. മനസ്സിലായോ? ഓക്കെ, അടുത്ത മൂന്നാമത്തെ ബ്രീഡ് ഏതാണ്? കില്ലാരി അല്ലേ. ഏതാണ്? കില്ലാരി അല്ലേ. ഈ കില്ലാരിയുടെ ഒറിജിൻ നിങ്ങൾക്ക് അറിയാമോ? എവിടെയെന്ന്? മഹാരാഷ്ട്രയിലെ സത്താറ ജില്ലയിലാണ് ഈ കാറ്റിൽ ഇനത്തിൻ്റെ ഒറിജിൻ. ഓക്കെ, ഇനി ഈ കില്ലാരി എന്ന് പറയുന്ന കാറ്റിൽ ബ്രീഡ് ഏത് പർപ്പസിന് ഉപയോഗിക്കുന്ന അറിയാമോ? ഡ്രോഡ് പർപ്പസിന് ഉപയോഗിക്കുന്ന ഒരു കാറ്റിൽ ഇനമാണ് ഇത് കില്ലാരി. മനസ്സിലായോ? ഇനി മൈസൂർ ബ്രീഡായ ഹാലിക്കർ ഇനത്തിൽപ്പെട്ട കന്നുകാലികളിൽ നിന്നാണ് ഈ ബ്രീഡിൻ്റെ ഉത്ഭവം ഉണ്ടായെന്ന് കരുതപ്പെടുന്നു. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോകാം അല്ലേ. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ക്വസ്റ്റ്യൻ വായിക്കാം, ശ്രദ്ധിച്ചോളൂ. ഐഡൻറ്റിഫൈ ദ ഗ്രൂപ്പ് ഓഫ് ഡ്രോഡ് ബ്രീഡ് ഓഫ് ഇന്ത്യൻ കാറ്റിൽ. ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ആൻസർ എന്ന് പെട്ടെന്ന് പറഞ്ഞോളൂ. അതെ, ഓപ്ഷൻ A ആണല്ലേ.
ഇനി മറ്റു ഓപ്ഷൻ എന്തുകൊണ്ടാണ് തെറ്റായി നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ശ്രദ്ധിച്ചോളൂ. ഹാലിക്കർ, ഹില്ലാരി, ദ്യോണി, ഓങ്കോൾ. ഇതിൽ ഹാലിക്കറും ഹില്ലാരിയും വന്നിട്ട് ഡ്രോഡ് പർപ്പസ് തന്നെയാണ്. എന്നാൽ ദ്യോണിയും ഓങ്കോളോ ഡ്യുവൽ പർപ്പസ് ബ്രീഡാണ് അല്ലേ. അടുത്ത ഓപ്ഷൻ സി ശ്രദ്ധിച്ചോളൂ. സിരി, ഓങ്കോൾ, ഹരിയാന, മാൽവി അല്ലേ. ഇതിൽ സിരിയും മാൽവിയും വന്നിട്ട് എന്താണ് ഡ്രോഡ് പർപ്പസ് തന്നെയാണ് അല്ലേ. ഓങ്കോളും ഹരിയാനയോ ഡ്യുവൽ പർപ്പസ് ബ്രീഡാണ്. ഇനി ഓപ്ഷൻ ഡി ശ്രദ്ധിച്ചോളൂ. അമൃത് മഹൽ, കാംഗ്രസ്, ദ്യോണി, സിരി. അമൃത് മഹലും അതുപോലെ തന്നെ സിരിയും വന്നിട്ട് ഡ്രോഡ് പർപ്പസ് ബ്രീഡ് തന്നെയാണ്. പക്ഷേ കാംഗ്രസും ദ്യോണിയോ ഡ്യുവൽ പർപ്പസ് ബ്രീഡാണ്. ഓക്കെ, മനസ്സിലായോ? അതുകൊണ്ട് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഈ ഓപ്ഷനുകൾ ഉപയോഗിച്ചിട്ട് PSCക്ക് നമ്മളോട് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ഫൈൻഡ് ദ ഓഡ് വൺ. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ എ ഹാലിക്കർ, ഓപ്ഷൻ ബി രതി, ഓപ്ഷൻ സി സിരി, ഓപ്ഷൻ ഡി കങ്കയം. ഇത് നമുക്കറിയാം. ഹാലിക്കറും സിരിയും കങ്കയും വന്നിട്ട് ഡ്രോഡ് പർപ്പസ് ബ്രീഡാണ് നമുക്കറിയാം അല്ലേ. ഓപ്ഷൻ ബി രതി എന്താണ്? ഡയറി ടൈപ്പ് ബ്രീഡ് അല്ലേ. ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഇനി ഏത് ചോദിക്കാം? സെയിം ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഓഡ് വൺ തന്നെ ആയിരിക്കും. പക്ഷേ ഓപ്ഷനിൽ വന്നിട്ട് 3 ഡയറി ബ്രീഡും 1 ഡ്രോഡ് ബ്രീഡായിരിക്കും കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ആ ടൈപ്പ് വേണമെങ്കിലും PSCക്ക് നമ്മളോട് ചോദിക്കാം. ഓക്കെ, ഇനി PSC ഏത് ടൈപ്പ് ചോദിക്കാം? അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡയറി ബ്രീഡ്? ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ എ കങ്കയം, ഓപ്ഷൻ ബി അമൃത് മഹൽ, ഓപ്ഷൻ സി രതി, ഓപ്ഷൻ ഡി സിരി. ഇതിൽ നമുക്കറിയാം ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും വന്നിട്ട് ഡ്രോഡ് പർപ്പസ് ആണ് അല്ലേ. ഓപ്ഷൻ സി മാത്രമാണ് ഡയറി ടൈപ്പ് ബ്രീഡ്. ഇങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഇനി എങ്ങനെ ചോദിക്കാം? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡ്രോഡ് ബ്രീഡ് എന്ന് ചോദിക്കാം അല്ലേ. 3 ഡയറി ബ്രീഡും 1 ഡ്രോഡ് ബ്രീഡും തന്നിട്ട് ഇങ്ങനെ വേണമെങ്കിലും PSCക്ക് ചോദിക്കാം. ഓക്കെ, മൂന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. സെലക്ട് എ ഡ്രോഡ് ബ്രീഡ് ഫ്രം ബിലോ. താഴെ തന്നിരിക്കുന്നതിൽ ഡ്രോഡ് ബ്രീഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഓപ്ഷൻ എ സഹിവാൽ, ഓപ്ഷൻ ബി രതി, ഓപ്ഷൻ സി സിന്ധി, ഓപ്ഷൻ ഡി മാൽവി. ഇതിൽ ഡ്രോഡ് ബ്രീഡാണ് ചോദിക്കുന്നത് അല്ലേ. ഈ സഹിവാലും രതിയും സിന്ധിയും വന്നിട്ട് എന്താണ് ഡയറി ടൈപ്പ് ബ്രീഡ് നമുക്കറിയാം അല്ലേ. മാൽവി മാത്രമാണ് ഡ്രോഡ് ബ്രീഡ്. ഇത് നേരെ തിരിച്ചും ചോദിക്കാം. സെലക്ട് എ ഡയറി ബ്രീഡ് ഫ്രം ബിലോ. 3 ഡ്രോഡ് ബ്രീഡും 1 ഡയറി ബ്രീഡും തന്നിട്ട് ഇങ്ങനെയും വേണമെങ്കിൽ PSCക്ക് ചോദിക്കാം. മനസ്സിലായോ? ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഓരോ വ്യക്തികളിൽ എത്താൻ വേണ്ടി മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ ഉറപ്പായും രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ ഇവർക്കും നന്ദി, നമസ്കാരം.